ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കരോട്ടൻ ഗിൽഗാൽ ഹൗസ് ഓഫ് പ്രയറിലൂടെ ഇന്ന് പകൽക്കാലം നിങ്ങളോട് ദൈവവചനം ഷെയർ ചെയ്യുവാൻ ദൈവം തരുന്ന ഭാഗ്യ പദവിക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദൈവവചന ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ഗോഡ്. നിങ്ങൾ ഡാളസിന്റെ പ്രദേശത്ത് വരുന്നുവെങ്കിൽ ദയവായി കടന്നുവരിക. ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഗിൽഗാൽ ഹൗസ് ഓഫ് പ്രയറിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗിൽഗാൽ ഹൗസ് ഓഫ് പ്രയറിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഗിൽഗാൽ ഹൗസ് ഓഫ് പ്രയർ തുടങ്ങിയ കാലം മുതൽ ഇതിൽ ശുശ്രൂഷിച്ച് അനേക വിടുതലുകൾ കാണുവാനിടയായി. ശ്രോതാക്കളായിട്ടുള്ള എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവരായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇത് നടക്കുന്ന ഭവനം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഭവനമാണ്. ഒരു സമയത്ത് ഈ കർത്താവിന്റെ ദാസന്റെ ഭവനത്തിൽ ഞാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ ഇവിടെ ആരും വന്നില്ലെങ്കിലും, അന്ന് എന്നെ മോനച്ചൻ ബ്രദർ എന്നാണ് വിളിക്കുന്നത്, ഇപ്പോഴും വല്ലപ്പോഴൊക്കെ മോനച്ചൻ ബ്രദർ എന്ന് വിളിക്കും, മോനച്ചൻ പാസ്റ്റർ എന്ന് വിളിക്കും, പലതും വിളിക്കും. ആരും വന്നില്ലെങ്കിലും ഞാനും എൻ്റെ ഭാര്യയുമുണ്ട്. ഇത്ര അനുഗ്രഹിക്കപ്പെട്ടതായി ദൈവദാസന്റെ കുടുംബത്തിൽ അനേക വർഷങ്ങളായി ഞായറാഴ്ച വൈകുന്നേരം നടക്കുന്ന ഈ ഗിൽഗാൽ ഹൗസ് ഓഫ് പ്രയറിലേക്ക് നിങ്ങൾ ആരെങ്കിലും ഡാളസിൽ കടന്നു വരുന്നുവെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കടന്നു വരാം, ഇതിൽ സംബന്ധിക്കാം. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ വിടുതലിന്റെ ശുശ്രൂഷ പല ദൈവദാസന്മാരെ കൂടി നിങ്ങൾക്ക് അനുഭവിക്കുവാനും നിങ്ങളുടെ ജീവിതത്തിൽ അത് വിടുതലും ആശ്വാസമായി തീരുവാൻ ഇടയായി തീരും. ഈ ടെലിവിഷൻ മിനിസ്ട്രിയിലൂടെ നിങ്ങൾക്കിത് അനുഗ്രഹമായിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശീർവദിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഗിൽഗാൽ ഹൗസ് ഓഫ് പ്രയറിന്റെ TV പ്രോഗ്രാമിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. കടന്നു വന്ന എല്ലാവരെയും ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യട്ടെ. അല്പസമയത്തെ ചിന്തയ്ക്കായി ഇന്ന് പകൽക്കാലം നമുക്ക് ഹോശേയ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായം 15-ാം വാക്യത്തിലേക്ക് ശ്രദ്ധ തിരിക്കാം. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായം 15-ാം വാക്യം. ഫലപുഷ്ടിയുള്ളവനായിരുന്നാലും ഒക്കെ സിസ്റ്റർ ഗോ അഹെഡ്. അന്ന് തന്റെ സഹോദരന്മാരുടെ ഇടയിൽ ഫലപുഷ്ടിവനായിരുന്നാലും ഒരു കിഴക്കൻ കാറ്റ് വരും, അവന്റെ ഉറവെ പറ്റി ഉണങ്ങിപ്പോകാൻ തക്കോണം കോവിഡ് കാറ്റ് മരുഭൂമിയിൽ നിന്ന് വരും. അവൻ സകല മനോഹര വസ്തുക്കളുടെയും നിക്ഷേപത്തെ കവർന്നുകൊണ്ടുപോകും. ശമരിയാതന ദൈവത്തോട് മത്സരിച്ചതുകൊണ്ട് അവൾ തന്റെ അകത്തെ വഹിക്കേണ്ടി വരും. അവർ വാൾ കൊണ്ട് വീഴും, അവരുടെ ശിശുക്കളെ അവർ തകർത്തു കളയും. ഫലപുഷ്ടിയുള്ളവനായിരുന്നാലും ഒരു കിഴക്കൻ കാറ്റ് വരും, അവന്റെ ഉറവ വറ്റി കിണർ ഉണങ്ങിപ്പോകുവാൻ തക്കവണ്ണം യഹോവയുടെ കാറ്റ് മരുഭൂമിയിൽ നിന്ന് വരും. ഈ തലമുറയിൽ നാം ആയിരിക്കുമ്പോൾ, ഈ തലമുറയിൽ ഈ രാജ്യത്ത് ലോകത്തിലെ ഏറ്റവും ഉയർന്ന സാമ്പത്തിക ഘടനയിൽ ഉന്നതമായിരുന്ന രാജ്യം, പാലും തേനും ഒഴുകുന്ന അമേരിക്കയുടെ അവസ്ഥ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ, സാമ്പത്തിക പ്രതിബന്ധനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നാളെ എന്താ സംഭവിക്കുമെന്നറിയാതെ, നാളെ ഗവൺമെന്റിന് എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ കഴിയുമെന്നറിയാതെ അമേരിക്കയുടെ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കടന്നു വന്ന ഈ കാലഘട്ടത്തിൽ എത്രയോ പ്രിയപ്പെട്ടവർ ജോലി ആഗ്രഹിച്ചിട്ട് ജോലിയില്ലാതെ ഈ പട്ടണങ്ങളിൽ, ഈ രാജ്യങ്ങളിലായിരിക്കുമ്പോൾ, ഓരോ രാജ്യങ്ങളിൽ, ഓരോ ഭൂഖണ്ഡങ്ങളിലായിരിക്കുമ്പോൾ പ്രവാചകൻ പറയുകയാണ്, ഫലപുഷ്ടി ഉള്ളവരായിരുന്നാലും ഒരു കിഴക്കൻ കാറ്റ് വരും. നമ്മുടെ ഓരോരുത്തരെയും ഭൗതികമായ ജീവിതത്തിൽ ഭൗതികമായ നന്മകളെ കവർന്നെടുക്കുന്ന
ഒരു കിഴക്കൻ കാറ്റ് ജീവിതത്തിൽ അടിക്കുമെന്ന പ്രവാചകൻ പറയുന്നത്. നമുക്ക് ആ വിഷയത്തിലേക്ക് എന്തുകൊണ്ടാണ് കിഴക്കൻ കാറ്റ് അടിക്കുന്നതെന്ന് വേദപുസ്തകത്തിലൂടെ ചില മിനിറ്റുകൾ ചിന്തിക്കുവാൻ ഇന്ന് ഈ സമയം ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 27-ാം അധ്യായം 8-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 27 8-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, അവരെ ഉപേക്ഷിച്ചാൽ നീ മിതമായിട്ട് അവളോട് വാദിച്ചു. കിഴക്കൻ കാറ്റുള്ള നാളിൽ അവൻ കൊടുങ്കാറ്റ് കൊണ്ട് പാറ്റിക്കളഞ്ഞു. കിഴക്കൻ കാറ്റുള്ള നാളിൽ അവൻ കൊടുങ്കാറ്റ് കൊണ്ട് പാറ്റിക്കളഞ്ഞു. എന്താ പറയുന്ന ആശയം എന്തെന്ന് ചോദിച്ചാൽ, കിഴക്കൻ കാറ്റ് നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കും. എന്നാൽ എന്റെ ദൈവം കിഴക്കൻ കാറ്റിന് ശക്തമായ ഒരു കൊടുങ്കാറ്റ് അടുപ്പിച്ച് അതിനെ തകർത്തു കളയുമെന്ന് ഇന്ന് പകൽക്കാലം നാം അറിയണം. പറയുന്ന ആശയം മറ്റൊന്നുമല്ല. എന്റെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജോലിയിൽ, നമ്മുടെ തലമുറയിൽ, ഈ സമൂഹത്തിൽ നമുക്കെതിരായി കിഴക്കൻ കാറ്റുകൾ ആഞ്ഞടിക്കും, സംശയമില്ല. എന്നാൽ അതിന്റെ നടുവിൽ കിഴക്കൻ കാറ്റുകളെ പേടിച്ചു മാറുവാനല്ല, മറിച്ച് കിഴക്കൻ കാറ്റുകൾ വരുമ്പോൾ അതിനെ തകർത്തിട്ട് ഒരു കൊടുങ്കാറ്റടിച്ച് നമ്മെ ജയത്തിലേക്ക് നടത്തുന്ന ദൈവത്തിന്റെ പാദപീഠം. ആ ദൈവത്തോടു കൂടി ആയിരിക്കണം നമ്മുടെ ആശ്രയം. ഇനി വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു മിനിറ്റ് ചിന്തിച്ചാട്ട് നമ്മുടെ ആശ്രയം എവിടെയാണ്? ഈ ലോകത്തിലാണോ? നമ്മുടെ ആരോഗ്യത്തിലാണോ? നമ്മുടെ സൗന്ദര്യത്തിലാണോ? നമ്മുടെ വിദ്യാഭ്യാസത്തിലാണോ? നമ്മുടെ തലമുറയിലാണോ? കുടുംബജീവിതത്തിലാണോ? സഭാ ജീവിതത്തിലാണോ? നമ്മെ നിർത്തിയിരിക്കുന്നത് മറ്റൊന്നുമല്ല, ദൈവകൃപയാണ്. ഫറവോൻ ഒരിക്കലും ഒരു സ്വപ്നം കണ്ടു, കിഴക്കൻ കാറ്റ് ആഞ്ഞടിക്കുന്നു. എന്നാൽ അതിന്റെ നടുവിൽ ദൈവം കൊടുങ്കാറ്റ് കൊണ്ട് പാറ്റിക്കളയുന്നു. കാലത്തിന്റെ ഘടികാരം മാഞ്ഞടിക്കുമ്പോൾ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു, നിലവിളി ഞാൻ കേട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം തന്നെ ജനത്തെ വിടുവിക്കുവാൻ സമയമായപ്പോൾ അവരുടെ നടുവിലേക്ക് ഇതാ ഒരു വിമോചകനാകുന്ന മോശെ അയക്കുകയാണ്. ഫറവോൻ കൽപ്പന കൊടുക്കുകയാണ്. സൂതിഗർഭിണികളോട് നിർബന്ധമായി പറയുകയാണ്, ജനിക്കുന്ന എബ്രായ ആൺകുഞ്ഞുങ്ങളെ ഒക്കെയും കൊന്നുകളയണം. അവിടെ സ്തുതികർമ്മിണികൾ ഭയന്നത് കൊണ്ട് ചെയ്യാതെ ഇങ്ങനെ പറയുന്നു, ഞങ്ങൾ ചെല്ലുമ്പോഴേക്കും അവർ ബലമുള്ളവരാകയാൽ പ്രസവിച്ചു കഴിഞ്ഞിരിക്കും, ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുന്നില്ല. ജനങ്ങൾ പെരുത്തു വരികയാണ്, അവരുടെ ജനത്തിന്റെ ശക്തി കൂടി വരികയാണ്. ഫറവോന് ഒന്നും ചെയ്യുവാൻ സാധിക്കാത്ത ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് വരുന്നു. ഫറവോൻ വീണ്ടും ഉത്തരവ് കൊടുക്കുകയാണ്, 2 വയസ്സിൽ താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നുകളയുക. ആര് ആജ്ഞ കൊടുത്തുവോ അതേ രാജാവിന് മൂക്കിന് തൊട്ടു താഴെയായി രാജാവിന്റെ മടിയിലിരുന്ന് വിലസിക്കൊണ്ട് വിമോചകനാകുന്ന മോശ വളർന്നു വരികയാണ്. ഏത് കിഴക്കൻ കാറ്റുകൊണ്ടാണോ തകർക്കുമെന്ന് വെല്ലുവിളിച്ചത്, അതിന്റെ നടുവിലിതാ കൊടുങ്കാറ്റുകൊണ്ട് പ്രതിവിധി നൽകുന്ന ദൈവത്തിന്റെ കരം. ഏത് രാജാവാണോ തകർത്തു കളയുവാൻ കൽപ്പന കൊടുത്തത്, ആ രാജാവിന്റെ മടിയിലിതാ വിമോചകൻ വളരുകയാണ്. ഒരു കാര്യം ഞാൻ പറയട്ടെ, ലോകം കൈവിടും, പ്രിയപ്പെട്ടവർ കൈവിടും, എന്നാൽ എന്റെ ദൈവം കൈവിടുകയില്ല. മാറ്റമില്ലാത്ത മാറാത്ത ദൈവം. സാഹചര്യം എന്തുമാവട്ടെ, എവിടെയുമാവട്ടെ, അതിന്റെയൊക്കെ നടുവിൽ നമ്മെ കരം താങ്ങി നടത്തുന്ന ദൈവത്തിന്റെ കരമാ.
നമ്മെ നിർത്തുന്നതെന്ന് നാം മറക്കരുത്. Praise God. ജോസഫിന്റെ ചരിത്രത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്ക. ജോസഫ് മനോഹരമായ ഒരു സ്വപ്നം കാണുന്നു. അത് സഹോദരന്മാരോട് പറയുന്നു. പ്രശ്നം തുടങ്ങി. ജോസഫിനെ നശിപ്പിക്കുവാൻ ശ്രമം നടക്കുന്നത് മറ്റെങ്ങു നിന്നുമല്ല, തന്റെ സഹോദരന്മാരിൽ നിന്നുമാണ്, തന്റെ ഭവനത്തിൽ നിന്നുമാണ്. Praise God. ജോസഫിന്റെ ജീവിതത്തിൽ ഒരു പൊട്ടക്കിണറിന്റെ അനുഭവം കടന്നു വരുന്നു. അതിനുശേഷമായി ഒരു പൊത്തിഫാറിന്റെ അനുഭവം കടന്നു വരുന്നു. തീർന്നില്ല. പൊത്തിഫാറിന്റെ ഭവനത്തിൽ നിയമത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, വചനത്തിന് വേണ്ടി നിന്ന യോസഫേ, നിന്റെ അടുത്ത തടവിലേക്ക് മാറ്റുകയാണ്. പൊട്ടക്കിണറ്റിൽ നിന്ന് പൊത്തിഫാറിന്റെ ഭവനത്തിലേക്ക്, ഇതാ പ്രിസണിലേക്ക് മാറുകയാണ്. ദീർഘനാളുകൾ ആ പ്രിസണിന്റെ അടിത്തട്ടിൽ കിടക്കുമ്പോൾ ജോസഫിന് ചോദിക്കാം, എന്തുകൊണ്ട് എന്റെ ജീവിതം ഇങ്ങനെ? ഞാൻ എന്റെ ദൈവത്തോട് ആശ്രയം വെച്ചത് കൊണ്ട് എന്റെ ജീവിതത്തിൽ എന്തിങ്ങനെ വരുന്നു? ദൈവം എന്നെ കാണിച്ച സ്വപ്നമല്ലേ? ദൈവം നൽകിയ വാഗ്ദത്തമല്ലേ? ഇനി വചനം കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ നീ കേട്ട വചനം, നീ കേട്ട വാഗ്ദത്തം പലപ്പോഴും എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എന്ന് ഇന്ന് ചോദിക്കുന്നുവെങ്കിൽ, വചനം ഇങ്ങനെ പറയുന്നു, പ്രവചനത്തിന് അവൻ അവധി വെച്ചിരിക്കുന്നു. അത് സംഭവിക്കുക തന്നെ ചെയ്യും. ജോസഫേ, നീ പ്രിസണിന്റെ നടുവിലാണെങ്കിലും നിന്നെ പാലസിന്റെ മുകളിലേക്ക് ഉയർത്തുവാൻ, രാജ്യത്ത് രണ്ടാമനായി ഉയർത്തുവാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. എപ്പോൾ ആശ്രയം ദൈവത്തോടു കൂടിയായിരിക്കണം. പാനപാത്രവാഹകൻ ഓർത്തില്ല, എന്നാൽ ദൈവത്തിന് ഉയർത്തണമെങ്കിൽ ദൈവത്തിന്റെ സമയത്തിന് കാത്തിരിക്കണം. ലോകത്തിന് പലപ്പോഴും സഹായം നൽകുവാൻ കഴിയുകയില്ല. പ്രൈസ് ഗോഡ്. എന്നാൽ സഹായം തരുവാൻ കഴിവുള്ള ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു. പ്രൈസ് ഗോഡ്. പത്രോസ് ഒരിക്കൽ ദൈവത്തെ യേശുവിനോട് പറഞ്ഞു, ഞാനും വരട്ടെ എന്ന്. യേശു പറഞ്ഞു, ധൈര്യമായിട്ട് വാ. യേശു വെള്ളത്തിന് മുകളിലൂടെ, കടലിന് മുകളിലൂടെ നടക്കുമ്പോൾ പത്രോസിന് ഉണ്ടായ ആഗ്രഹത്തിൽ ദൈവത്തെ, യേശുവിന്റെ അനുവാദത്തോട് പത്രോസ് വെള്ളത്തിൽ ചാടി വെള്ളത്തിന്റെ മുകളിലൂടെ നടക്കുകയാ. പത്രോസ് വെള്ളത്തിന്റെ മുകളിലൂടെ നടക്കുകയാ. അങ്ങനെ നടക്കുമ്പോൾ പെട്ടെന്ന് ഒരു സംശയം താഴേക്കൊന്ന് നോക്കി, ഇളകി മറിയുന്ന വെള്ളം കണ്ടപ്പോൾ പത്രോസ് പെട്ടെന്നൊന്ന് സംശയിച്ചു. നോട്ടം ദൈവത്തിൽ നിന്നൊന്ന് മാറ്റി, യേശുവിൽ നിന്ന് നോട്ടം മാറ്റിയപ്പോൾ പത്രോസ് ഇതാ താഴുവാൻ തുടങ്ങുന്നു. പറഞ്ഞ ആശയം എന്തെന്നറിയുമോ? നമ്മുടെ നോട്ടം ദൈവത്തോടെ ആയിരുന്നു. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറഞ്ഞ ഉയരങ്ങളിലേക്ക് എന്റെ കണ്ണുകൾ ഉയർത്തുവാൻ. പ്രൈസ് ഗോഡ്. അവിടെയാണ് നമ്മുടെ സഹായം വരുന്നത്. നാം എന്ത് ചെയ്യണം? ജീവിതത്തിൽ ഒരു ശുദ്ധീകരണമുള്ളവരായി തീരണം. വചനത്താൽ, രക്തത്താൽ, ആത്മാവിനാൽ ശുദ്ധീകരണമുള്ളവരായി ബാലശിക്ഷകളിലൂടെ എന്റെ ദൈവം നമ്മെ നടത്തുമ്പോൾ അതിന്റെ നടുവിൽ പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, നിരാശപ്പെട്ടു പോകുവാനല്ല, നിരാശപ്പെട്ടു പോകുവാനല്ല, താളടിയായി പോകുവാനല്ല, പിന്നോട്ട് മാറുവാനല്ല, മറിച്ച് വിശ്വാസത്തിന് വേണ്ടി നിൽക്കുവാൻ നാം തയ്യാറായാൽ, വിശ്വാസത്തിൽ മുന്നേറുവാൻ നാം തയ്യാറായാൽ, പ്രൈസ് ഗോഡ്, ജീവിതത്തില് കടന്നു വരുന്ന കിഴക്കൻ കാറ്റുകളെ എന്റെ ദൈവത്തിന്റെ കൊടുങ്കാറ്റ് കൊണ്ട് അവൻ അടിച്ചു മാറ്റുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ദൈവത്തോട് കൂടെ ഇരിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം പാപമോചനം പ്രാപിക്കണം. പ്രൈസ് ഗോഡ്. വില കൊടുത്താൽ നമുക്ക് പ്രാപിക്കുകയില്ല. ഇന്ന് ആരെങ്കിലും ഈ വചനം കേൾക്കുമ്പോൾ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാതെ, യേശുവുമായി വ്യക്തിപരമായി ബന്ധമില്ലാതെ ഇരിക്കുന്നുവെങ്കിൽ, പ്രിയ സഹോദര സഹോദരി, ആത്മാർത്ഥമായി നീ ജീവിതത്തിൽ തീരുമാനമെടുക്കുന്നുവെങ്കിൽ, ഞാൻ പാപിയാണ്, യേശു എന്റെ പാപത്തെ ക്ഷമിക്കണമേ, എന്നെ രക്ഷിക്കണമേ എന്ന് ഇന്ന് പകൽക്കാലം നീ പറയുന്നുവെങ്കിൽ, യേശുവിന്റെ പാദത്തിലേക്ക് അടുത്തു വരുന്നുവെങ്കിൽ, പ്രൈസ് ഗോഡ്,
നീ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ തന്നെ, നീ ഏറ്റുപറയുന്ന അവസരത്തിൽ തന്നെ നിന്റെ പാപം മോചിച്ചിട്ട് യേശു നിന്നെ മകനാക്കി മകളാക്കി തീർക്കുന്ന ആ വലിയ ദൈവകൃപയാ നമ്മുടെ മുൻപിലുള്ളത്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. പ്രൈസ് ഗോഡ്. പ്രൈസ് ഗോഡ്. യോബിന്റെ പുസ്തകം 27-ാം അധ്യായം 21-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, യോബിന്റെ പുസ്തകം 27-21. കിഴക്കന്റെ കാറ്റ് അവനെ പിടിച്ചിട്ട് അവൻ പോയി പോകുന്നു, അവന്റെ സ്ഥലത്തു നിന്ന് അവനെ പാറ്റിക്കളയുന്നു. അവന്റെ സ്ഥലത്ത് നിന്നത് അവനെ പാറ്റിക്കളയുന്നു. സകല രോഗത്തെയും സൗഖ്യമാക്കുന്ന യഹോവ. കിഴക്കൻ കാറ്റ് ജീവിതത്തിൽ ആഞ്ഞടിച്ച നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തെ കെടുത്തിക്കളഞ്ഞ് ജീവിതത്തിൽ രോഗങ്ങളെ ഇട്ടുകൊണ്ട് നിരാശകളെ ഇട്ടുകൊണ്ട് ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ പിന്തിരിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ നടുവിൽ അബ്രഹാമിനോട് ചോദിച്ചു നോക്ക്, വാഗ്ദത്തപുത്രൻ ഇസഹാക്ക് സന്തോഷമായി ഉലർത്തിക്കൊണ്ട് ജീവിതത്തിന്റെ നാളുകൾ മുൻപോട്ട് കഴിക്കുമ്പോൾ ശത്രു നോട്ടമിട്ടു പറയുകയാണ്, മോറിയാമലയിലേക്ക് പോ, യാഗം കഴിക്കുക. പലപ്പോഴും ശത്രു നോട്ടമിടുന്നത് നമ്മുടെ സന്തോഷത്തെയാ, നമ്മുടെ ആരോഗ്യത്തെയാ, നമ്മുടെ സമാധാനത്തെയാ. അതിനെയാണ് ശത്രു പലപ്പോഴും നോട്ടമിടുന്നത്. എന്നാൽ അതിന്റെ നടുവിൽ കിഴക്കൻ കാറ്റ് നമ്മുടെ ശരീരത്തിന്റെ മേൽ, ആരോഗ്യത്തിന്റെ മേൽ ആഞ്ഞടിക്കുമ്പോൾ എന്റെ ദൈവത്തിന്റെ കൊടുങ്കാറ്റ് അതിനെ അടിച്ച് സൗഖ്യമാക്കുന്ന യഹോവ, ഞാൻ സൗഖ്യമാക്കുന്ന യഹോവ എന്ന് പറയുമ്പോൾ, ഇനി വചനം കേൾക്കുമ്പോൾ പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിനക്ക് വിശ്വസിക്കുവാൻ കഴിയുമെങ്കിൽ നിന്റെ ജീവിതത്തിലെ രോഗം എന്തുവാവട്ടെ, നിന്റെ ജീവിതത്തിലെ ആ രോഗത്തിൽ നീ എല്ലാ വൈദ്യന്മാരെ കണ്ടുവന്നിരിക്കട്ടെ, സൗഖ്യമാക്കുന്ന വലിയ ഡോക്ടർ ഇന്ന് പകൽക്കാലം ഈ വചനത്തിലൂടെ നിങ്ങളുടെ അടുക്കിലേക്ക് വരികയാണ്. വിശ്വസിക്കൂ, ഏൽപ്പിച്ചു കൊടുക്കൂ. അവൻ സകല രോഗത്തെയും സൗഖ്യമാക്കുന്ന യഹോവയാണ്. ഹല്ലേലൂയ. പൂർണ്ണ രോഗിയായി മാറിയ യോബ്, ഭാര്യ പോലും അവനെ തള്ളിപ്പറയുകയാണ്, സ്നേഹിതന്മാർ അവർക്കെതിരായി സംസാരിക്കുകയാണ്. എന്നാൽ യോബിന്റെ ജീവിതത്തില് കിഴക്കൻ കാറ്റടിച്ച തന്റെ ആരോഗ്യം മുഴുവൻ നഷ്ടപ്പെട്ട, തന്റെ തലമുറകൾ മുഴുവൻ നഷ്ടപ്പെട്ട, തന്റെ സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ട, ഭാര്യ തള്ളിപ്പറയുമ്പോൾ, സ്നേഹിതന്മാർ തള്ളിപ്പറയുമ്പോൾ, ആരും ആശ്രയമില്ലാതെ താൻ ഏകനായിരിക്കുമ്പോൾ, ഓ ഹല്ലേലൂയ, യോബ് പറയുവാനുണ്ട്, കിഴക്കൻ കാറ്റ് എന്റെ മേലെ ആഞ്ഞടിക്കും, എന്നാൽ ദൈവത്തിന്റെ കൊടുങ്കാറ്റ് അതിൽ ശക്തമാകിയാൽ കൊടുങ്കാറ്റിലൂടെ സംസാരിക്കുന്ന ദൈവത്തിന്റെ വചനം എന്നെ ബലപ്പെടുത്തുമെന്ന് പറഞ്ഞ് വെളിപ്പെടുത്തട്ടെ. ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും, ജീവിതത്തിന്റെ ഏത് രോഗത്തിന്റെ മധ്യത്തിലും നിന്നെ സഹായിക്കുവാൻ, നിന്നെ വിടുവിക്കുവാൻ കഴിവുള്ള ദൈവത്തിന്റെ മുൻപിലാണ് നാം ആയിരിക്കുന്നത്. ജീവിതത്തിന്റെ അനുഭവമുള്ളത് കൊണ്ടാണ് വിളിച്ചു പറയുന്നത്. ഏതാണ്ട് 21 വർഷക്കാലം ഇന്ത്യയിലേതും ന്യൂയോർക്കിലെയും പല ഏറ്റവും വിദഗ്ധരായ ഡോക്ടേഴ്സിന്റെ അടുക്കൽ കേരളത്തിലെ 3 മെഡിക്കൽ കോളേജുകളിൽ കയറിയ ഒരു മനുഷ്യനാണ് നിങ്ങളുടെ മുൻപിൽ സംസാരിക്കുന്നത്. തൊണ്ടയ്ക്കൊരു പ്രയാസമുണ്ടായി, എല്ലാ ഡോക്ടേഴ്സും തള്ളിക്കളഞ്ഞു. 21 വർഷക്കാലം ഞാൻ വേദന സഹിച്ചു. എന്നാൽ പറയട്ടെ, 1994 ഫെബ്രുവരി മാസം 14-ാം തീയതി എന്റെ മുറിയിൽ എന്റെ ഭാര്യയുടെ മടിയിൽ തലവെച്ച് 2 കുഞ്ഞുങ്ങളും എന്റെ മുകളിൽ കിടന്നുകൊണ്ട് ഞങ്ങൾ നാട്ടിൽ നിന്ന് പോയി കൊണ്ടുവന്ന വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കരം ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടത്. എന്റെ തൊണ്ടയിലേക്ക് ആ കരം അടുത്തു വരുന്നത് കണ്ടു. പിന്നെ അപ്രത്യക്ഷമായി. ഞാൻ പറയട്ടെ, 94 മുതൽ ഈ 2012 വരെ ഒരിക്കലും കടന്നു വരുവാൻ കഴിയാണ്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തിന്റെ കൊടുങ്കാറ്റ് നിന്റെ ജീവിതത്തിൽ ആഞ്ഞടിക്കും. എന്നാൽ എന്റെ ദൈവത്തിന്റെ കൊടുങ്കാറ്റ്, ദൈവത്തിന്റെ കൊടുങ്കാറ്റ്, ദൈവത്തിന്റെ കൊടുങ്കാറ്റ് കിഴക്കൻ കാറ്റില് തകർക്കുവാൻ ശക്തമെന്ന് ഇന്ന് നാം അറിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
അതുകൊണ്ടാണ് യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 10-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 10-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, കിഴക്കൻ കാറ്റ് തട്ടുമ്പോൾ അത് തീരെ വാടി പോകയില്ലയോ, വളരുന്ന തടത്തിൽ തന്നെ അത് ഉണങ്ങിപ്പോകും. എന്താ വളരുന്ന തടം? തലമുറയെ കുറിച്ചാ പറയുന്നത്. ഈ കാലഘട്ടത്തിൽ, ഈ തലമുറയിൽ, ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി അനുഭവിക്കുന്നത്, പ്രതികൂലത്തിലൂടെ കടന്നു പോകുന്നത് തലമുറയുടെ വിഷയമാണ്. ആര് വിളിച്ചാലും പറയും, ബ്രദറെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, തലമുറയുടെ വിഷയമുണ്ട്. ധാരാളം വിഷയങ്ങളുള്ളത് വിശദീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇവിടെ വചനം പറയുകയാണ്, നിന്റെ തലമുറയെ നോട്ടമിട്ടിരിക്കുന്ന ഒരു കിഴക്കൻ കാറ്റുണ്ട്. ഒരു കിഴക്കൻ കാറ്റ് നിന്റെ ജീവിതത്തിലാ, നിന്റെ കുടുംബത്തിൽ ആഞ്ഞടിക്കും. എന്നാൽ വചനം പറയുന്നു, അത് വളരുന്ന തടത്തിൽ തന്നെ അതിനെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുമ്പോൾ അത് തീരെ വാടിപ്പോകുമെന്ന് ചോദിക്കുമ്പോൾ, വളരുന്ന തടത്തിൽ തന്നെ അതിനെ ശക്തിപ്പെടുത്തുവാൻ, അതിനെ വളർത്തുവാൻ എന്ന ദൈവത്തിന്റെ കൊടുങ്കാറ്റ് നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ തലമുറകളിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് ഇന്ന് പകൽക്കാലം ഒന്ന് ആഞ്ഞടിക്കട്ടെ. എന്റെ യേശു ജനിച്ചപ്പോൾ ദൂതൻ യോസഫിന് പ്രത്യക്ഷനായിട്ട് പറയുകയാണ്. മത്തായി 2:13 നാം വായിക്കുന്നുണ്ട്, നീ എഴുന്നേറ്റ് ശിശുവിനെയും അവന്റെ അമ്മയെയും കൂട്ടിക്കൊണ്ട് മിസ്രൈമിലേക്ക് ഓടിപ്പോയി, ഞാൻ നിന്നോട് പറയും വരെ അവിടെ പാർക്കുക. യേശുവിനെ തകർക്കുവാൻ കിഴക്കൻ കാറ്റ് ആഞ്ഞടിച്ചുവെങ്കിൽ എന്റെയും നിങ്ങളുടെ ഈ കുടുംബത്തിൽ നമ്മുടെ തലമുറയെ തകർക്കുവാൻ ശത്രു കിഴക്കൻ കാറ്റുമായി കടന്നു വരാൻ. എന്നാൽ 19-ാം വാക്യത്തിൽ അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, ഹെരോദാവ് കഴിഞ്ഞു പോയ ശേഷം കർത്താവിന്റെ ദൂതൻ ശിശുവിനെ നശിപ്പിക്കുവാൻ നോക്കിയവൻ മരിച്ചു പോകൊണ്ട് മടങ്ങിപ്പോവുക എന്ന് ഉത്തരവ് കൊടുക്കുന്നു. ഹല്ലേലൂയ. പറഞ്ഞ ആശയം മറ്റൊന്നുമല്ല, നിന്റെ തലമുറയെ തകർക്കുവാൻ കിഴക്കൻ കാറ്റ് ആഞ്ഞടിക്കും. എന്നാൽ നിന്റെ കിഴക്കൻ കാറ്റായി വരുന്ന ഹെരോദാവിനെ തകർക്കുവാൻ ശക്തനായ ദൈവത്തിന്റെ കൊടുങ്കാറ്റ് ഇന്ന് രാത്രി നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, ഈ വചനം കേൾക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ തലമുറയിലേക്ക് കടന്നു വന്നിട്ട് അതൊരു വിടുതലായി തീരുകയാണ്, ഒരു വിടുതലായി തീരുകയാണ്. നമ്മുടെ തലമുറയെ നശിപ്പിക്കുവാൻ തയ്യാറാകുന്ന ശത്രുവിന്റെ കിഴക്കൻ കാറ്റ് ദൈവത്തിന്റെ കൊടുങ്കാറ്റ് കൊണ്ട് പാറ്റിച്ചു കളയുമെങ്കിൽ, ഹോശേയ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായത്തിൽ 15-ാം വാക്യത്തിൽ നാം വായിച്ചല്ലോ, ഫലപുഷ്ടിയുള്ളവനായിരുന്നാലും ഒരു കിഴക്കൻ കാറ്റ് വരും. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഇന്ന് ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ടവരോട് ചോദിച്ചാൽ ജോലിയിലൊക്കെ പ്രശ്നങ്ങളാണ്. മിക്കവാറും ആരോട് ചോദിച്ചാലും ബോസ് പ്രശ്നമാ, കൂടെ ജോലി ചെയ്യുന്നവര് പ്രശ്നമാ, ജോലിയിലാകെ പ്രശ്നമാ. പണ്ട് 5 പേഷ്യന്റ് ഉണ്ടായിരുന്നു, ഇപ്പൊ 15 അടുത്ത ആഴ്ച വരുമ്പോൾ 20. ജോലിയുടെ മെഷീന്റെ സ്പീഡ് കൂട്ടുകയാ, പ്രൊഡക്ഷൻ കൂടുതൽ വേണമെന്ന് പറയുക. മിസ്രൈമിലായിരുന്നപ്പോൾ ഇഷ്ടികയുടെ എണ്ണം കുറയ്ക്കാൻ പാടില്ല, വൈക്കോൽ നിങ്ങൾ പോയി കൊണ്ടുവരണം. അന്ന് ജനത്തെ കഷ്ടപ്പെടുത്തിയെങ്കിൽ, ഫറവോന്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തിയെങ്കിൽ, ഇന്നും ചെയ്യുന്നത് ഇതൊക്കെ തന്നെയാ. സാമ്പത്തിക തകർച്ചയാ. ജോലി വേണോ? ജോലി ചെയ്യ. 12 മണിക്കൂർ ജോലി ചെയ്യ. 8 മണിക്കൂറിന്റെ കാശ് തരുവാൻ സാധ്യമല്ല. പ്രൈസ് ഗോഡ്. ജോലി ഇല്ലാത്തത് കൊണ്ട്, ജീവിക്കേണ്ടത് കൊണ്ട് പലരും പിടിച്ചു നിൽക്കുകയാ. പ്രൈസ് ഗോഡ്. ഇത് നമ്മുടെ ഒക്കെ അനുഭവമാ. ഇത് ആരും വ്യത്യസ്തരല്ല. പ്രൈസ് ഗോഡ്. ഇന്ന് ഞാൻ പറയട്ടെ, നമ്മുടെ സാമ്പത്തികത്തെ തകർക്കുവാൻ, നമ്മുടെ നന്മയെ തകർക്കുവാൻ, ഭൗതികത്തെ തകർക്കുവാൻ, നമ്മുടെ ഭവനത്തെ ചോദ്യം ചെയ്യുവാൻ, നമ്മുടെ ജോലിയെ ചോദ്യം ചെയ്യുവാൻ, ഭൗതികമായ ഉയർച്ചയെ ചോദ്യം ചെയ്യുവാൻ, അവന്റെ വചനത്തിന്റെ നിവൃത്തിയാകുന്ന നന്മ കൊണ്ട് അവൻ നമ്മെ അലങ്കരിക്കുമെന്ന് പറയുമ്പോൾ, നമ്മുടെ നന്മയെ ചോദ്യം ചെയ്യുന്ന ശത്രുവിന്റെ മുൻപിൽ അവൻ കിഴക്കൻ കാറ്റായി ആഞ്ഞടിക്കുമ്പോൾ, ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, എന്റെ ദൈവത്തിന്റെ കൊടുങ്കാറ്റ്, എന്റെ ദൈവത്തിന്റെ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുകയാ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ തലമുറകളിലേക്ക് ആഞ്ഞടിക്കട്ടെ.
ഹല്ലേലൂയ. ആശ്രയം ദൈവത്തോടു കൂടെ ആയിരിക്കട്ടെ. ആശ്രയം ദൈവത്തോടു കൂടെ ആയിരിക്കുമ്പോൾ ലോകം നമ്മെ തള്ളിക്കളയുമ്പോൾ അതിന്റെ നടുവിൽ അവൻ സഹായകനായി കൂടെ വരും. സകല രോഗത്തെയും അവൻ സൗഖ്യമാക്കും. പ്രൈസ് ഗോഡ്. വളർന്ന തടത്തിൽ തന്നെ നമ്മുടെ തലമുറയെ അവൻ വളർത്തുവാൻ തയ്യാറാകും. നമ്മുടെ ഭൗതികമായ നന്മയെ അവൻ രക്ഷിക്കുവാൻ തയ്യാറാകും. പ്രൈസ് ഗോഡ്. ഇന്ന് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഏതെങ്കിലും വിഷയത്തിലൂടെ, തലമുറയുടെ വിഷയത്തിലൂടെ, ഭൗതികമായ വിഷയത്തിലൂടെ, ആരോഗ്യപരമായ വിഷയത്തിലൂടെ ദൈവ കൃപയിൽ നിന്ന് നിങ്ങൾ വീണിരിക്കുന്നുവെങ്കിൽ, നിങ്ങൾ പിന്മാറിയിരിക്കുന്നുവെങ്കിൽ, പ്രൈസ് ഗോഡ്, ഇന്ന് പകൽക്കാലം ഒരു മടങ്ങി വരവ്. ദൈവകൃപയിലേക്ക് മടങ്ങി വന്നാട്ട്, ദൈവകൃപയിലേക്ക് മടങ്ങി വന്നാട്ട്, ദൈവകൃപയിലേക്ക് മടങ്ങി വന്നാട്ട്. ദൈവം നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു. ദൈവം നിങ്ങളായിരിക്കുന്ന സ്ഥാനത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ വിഷയത്തിന്മേൽ ഇന്ന് പകൽക്കാലം വിടുതലയക്കുവാൻ എന്റെ ദൈവം ശക്തനാണ്. എന്റെ ദൈവം ശക്തനാണ്. എന്റെ ദൈവം ശക്തനാണ്. വിശ്വസിച്ചാട്ട്, വിശ്വസിച്ചാട്ട് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് നിന്റെ പാദപീഠത്തിലായിരിക്കുന്ന കർത്താവേ, ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവര് അവരുടെ ജീവിതത്തിലെ വിഷയങ്ങള് എന്തു തന്നെയായിരുന്നാലും കർത്താവേ, നിന്റെ വചനപ്രകാരം ഞങ്ങൾ അടുത്തു വരുന്നു. ജീവിതത്തിന്റെ വിവിധ മണ്ഡലങ്ങളില് കിഴക്കൻ കാറ്റടിച്ച് നിരാശയിലേക്ക് പോകുമ്പോൾ എന്റെ ദൈവത്തിന്റെ കൊടുങ്കാറ്റ് ഇന്ന് രാത്രി അടുപ്പിച്ച് അവരുടെ ജീവിതത്തിൽ വിടുതലാക്കി തീർക്കണമേ. ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. വ്യക്തിപരമായി അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. കരോട്ടൻ ഗിൽഹാൽ ഹൗസ് ഓഫ് പ്രയറിന്റെ ഈ ദൈവവചന ശുശ്രൂഷയിൽ പങ്കാളികളാകുവാൻ കഴിഞ്ഞതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ മനസ്സിൽ സന്തോഷം പകർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ, ഏതെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ദയവായി ഞങ്ങളുമായി ബന്ധപ്പെടുക.